ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കുക അല്ലെങ്കിൽ ജീവിത വിജയം കൈവരിക്കുക എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് നമ്മളിൽ തന്നെ ചില കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങളെ ഒന്ന് നോക്കിക്കാണുക. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് പറയണം, I am very beautiful, I am very powerful, I am very positive. ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി സദാ എന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി അമേസിങ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാ തരത്തിലുള്ള കോൺഫിഡൻസും സ്ട്രെങ്ത്തും കറേജും ഒക്കെ എല്ലാ നിമിഷവും എന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ മുന്നിൽ എന്ത് സാധ്യതയോ സാഹചര്യമോ ഒബ്സ്റ്റക്കിൾസോ അങ്ങനെ റിസ്ക്കോ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകളോ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നല്ല കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ കറേജ് വൈസ് സ്ട്രെങ്ത്ത് മെൻ്റൽ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ട് എനിക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്ട്രെങ്ത്തും തരുന്നതുകൊണ്ട് ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് എൻ്റെ എല്ലാ ദിവസവും വളരെ മനോഹരമാണ്. ഞാനും എല്ലാ ദിവസവും വളരെ മനോഹരമാണ്. അങ്ങനെ നിങ്ങളെ തന്നെ എല്ലാ ദിവസവും നോക്കിക്കാണുക, നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വയ്ക്കുക. ടേക്ക് എവറിത്തിങ് ഓഫ് യു ആസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. എല്ലാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വയ്ക്കാനല്ല പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വയ്ക്കുക. നമ്മൾ പൊതുവേ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗിവറായിക്കൊണ്ട് മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് അവരുടെ പൂർണ്ണ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം നേടിക്കൊടുക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് എല്ലാം ആദ്യം എനിക്ക് ഫുൾഫില്ല് ചെയ്താൽ എൻ്റെ മനസ്സ് വളരെ തൃപ്തമായാൽ മറ്റുള്ളവർക്കും നമുക്ക് അതുപോലെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വയ്ക്കുക. എനിക്ക് എന്തെല്ലാം വേണം, ഇന്ന ദിവസം ഞാൻ എന്തെല്ലാമാണ് അച്ചീവ് ചെയ്യേണ്ടത്, എവിടെയാണ് എനിക്ക് കുറവുള്ളത്, എവിടെയാണ് അതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ നമ്മളിലുള്ള എല്ലാ കാര്യങ്ങളെയും ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി എടുക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്കെയറി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സിൻ്റെ ഒരു ചടുലത കാണിക്കുക. നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ തകർത്തു അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒന്നും തന്നില്ല അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി, അങ്ങനെ എന്ത് സങ്കടപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും യു ഹാവ് ടു ഷിഫ്റ്റ് യുവർ ഫോക്കസ്. അപ്പോൾ അതിൽ നിന്ന് അതിലേക്കങ്ങ് ഡീപ്പ് ഡൗൺ ആയിട്ട് ഇമോഷൻ വൈസ് താഴേക്ക് പോകാതെ അതിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേക്കുന്നത് പോലെ നിങ്ങളുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തുകൊണ്ട് ഒന്നീ അവിടെ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തൊന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ വളരെ കാമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാറിപ്പോയിരിക്കുക, ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുക, പുസ്തകം വായിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആക്ഷൻ എടുത്തുകൊണ്ട് ഇതിലേക്ക് ഡീപ്പ് ഡൗൺ ആയിക്കൊണ്ട് പോവാതെ അവിടെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള പവർ കാണിക്കുക, മെൻ്റൽ സ്ട്രെങ്ത്തിനെ ഉയർത്തി കാണിക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാവും. അത് മറ്റുള്ളവർ നമ്മളെ
പരാജയപ്പെടുത്തിയത്, നമ്മളിൽ നിന്ന് തട്ടിയെടുത്തത്, നമ്മൾക്ക് വേണ്ടതൊന്നും തരാതിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ പാരപണിഞ്ഞത്, അങ്ങനെ പലതരത്തിലും നമ്മളുടെ മാനസികമായിട്ടുണ്ടാവുന്ന മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ തീക്കനലിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ ആ മുറിവുകളുടെ വേദനയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം പടുത്തുയർത്താനുള്ള ശക്തി കാണിക്കുക, മാനസിക ബലം കൂട്ടുക. അതിലേക്ക് വീണുപോയി എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്നൊന്നും വിചാരിക്കാതെ നമ്മൾ ഒരു അഗ്നിയിൽ നിന്ന് ഒരു പുതിയ ഒരു ഉണർവ് നൽകിക്കൊണ്ട് നമ്മൾ പുതിയൊരു വ്യക്തിയായി ജീവിച്ചു വരുന്നത് പോലെ നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈ മുറിവിലും ഈ പെയിനിൽ നിന്നും പഠിച്ച പാഠം വെച്ച് നമ്മൾ പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു ദിവസം നമ്മൾ കെട്ടിപ്പടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗോൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയർ എന്ന് പറയുന്നതിനെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. നമ്മൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്യും. എന്നിട്ടോ നമ്മൾ കുറേ നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ടോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, നമുക്കതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരുടെ കാട്ടിയും എനിക്ക് അത്രത്തോളം ഒന്നും എത്തിച്ചേരാനൊന്നും പറ്റാതെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി നമ്മളുടെ ഡിസയർ എന്ന് പറയുന്നത് ഒരു ബോളായിട്ട് സങ്കല്പിച്ച നമ്മളത് പിന്നിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഇത് എൻ്റെ ആഗ്രഹമാണ്, അതിന് വേണ്ട കാര്യങ്ങളും ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ഞാൻ ചെയ്തു, എൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ എന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല, അതിന് വേണ്ടുന്ന സകല ശക്തിയും ഈശ്വരൻ എനിക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് അതെനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആഗ്രഹത്തിനെ മുന്നിൽ വയ്ക്കുക. അങ്ങനെ ആവുമ്പോൾ ആര് അതിനെ തട്ടിത്തരിപ്പണമാക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള ശ്രമം നടത്തിയാലും നമ്മൾ അതിലൊന്നും ഇളകി മറിയാതെ ആ ആഗ്രഹത്തിൻ്റെ നമ്മൾ ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് കർമ്മമേഖലയിലോ ഏത് രീതിയിലാണെങ്കിലും ശരി, നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയുടെ ഒരു കുഞ്ഞാണ് ഞാനെന്നും ആ ഈശ്വരൻ എപ്പോഴും അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ നോക്കിക്കാണുന്നുണ്ടെന്നും അതിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണെന്നും ഈ നിമിഷവും ഈ ഭൂമിയിൽ ജീവിക്കാനും എല്ലാം നേടിത്തരുന്ന ആ പരമചൈതന്യത്തിനോട് ഞാൻ താങ്ക്ഫുള്ളാണ്, ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കോടാനുകോടി പ്രണാമം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് നന്ദി പറയാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിലൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുക്കുക, ഈശ്വരനിലൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഈശ്വരൻ എന്ന് പറയുന്നത്, യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. അപ്പം നമ്മളിലൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഏത് വലിയ കൊടുങ്കാറ്റ് വന്ന് എന്നെ അടിച്ചാലും, എത്ര വലിയ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ തളരില്ല, ഞാൻ തകരില്ല. കാരണം ഇത് രണ്ടും നടക്കാൻ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി സമ്മതിക്കില്ല. അതുകൊണ്ട് എന്നെ തളർത്താനും തകർക്കാനും ആരാലും കഴിയില്ല. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ സമയവും എനിക്ക് എൻ്റെ ജീവിതം അല്ലെങ്കിൽ ദിവസം എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ട്, എനിക്ക് വേണ്ട കാര്യങ്ങൾ വളരെ വിജയകരമായിട്ട് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ എന്നിലുള്ള വിശ്വാസത്തിനെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ചുറ്റിന് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ എന്ത് പറഞ്ഞാലും നമുക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ട് ചെയ്യുകയാണെന്നോ, ഏത് രീതിയിൽ വളരെ തിക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസോ ഇമോഷൻസോ ഒക്കെ കൊണ്ടുവന്നാലും നമുക്കൊരു പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ജീവിത വിജയങ്ങളെ ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കാനായിട്ടത് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരിക. എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചോ അത് സംഭവിച്ചു കഴിഞ്ഞു, ദാറ്റ്സ് ദ പാസ്റ്റ്. ഇപ്പം പ്രസൻറ്റിൽ നമ്മൾ അതിനെയെല്ലാം ഒരു പേപ്പറിൽ നമ്മൾ പെൻസിലും കൊണ്ട് എഴുതി റബ്ബർ കൊണ്ടെല്ലാം മായ്ച്ച് കളയുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ എല്ലാ വേദനകളും നമ്മൾ ഹീൽ ചെയ്ത് പർജ് ചെയ്ത്, ഹൃദയം എന്ന് പറയുന്നത് ഒരു
ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ എത്ര ജ്യൂസി ആയിട്ടും എത്ര ഫ്ലഫി ആയിട്ടും എത്ര ഫ്ലഷി ആയിട്ടും ഒക്കെ ഇരിക്കുന്നോ അതുപോലെ നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് ആക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിനെ ഒന്നേന്നും പറഞ്ഞ് നമ്മൾ എഴുതി തുടങ്ങുക. മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുകയല്ല, നമ്മൾ എഴുതി തുടങ്ങുക. അങ്ങനെയാകുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് വൻ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, നമുക്ക് പൂർണ്ണ തൃപ്തമായിട്ട് നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ജൈത്രയാത്രയിൽ എല്ലാ പ്രോത്സാഹനവും തന്ന് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.